പരിശുദ്ധ കന്യാമാതാവിൻ്റെ പിറവിത്തിരുന്നാളിന് ഒരുക്കമായുള്ള 8 നോമ്പ് 6-ാം ദിവസം. പരിശുദ്ധ അമ്മയുടെ ഇഹലോക ജീവിതത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചാണ് ഇനി നമുക്ക് ധ്യാനിക്കുവാനുള്ളത്. തൻ്റെ മകൻ്റെ ജീവിതത്തിൻ്റെ വഴി കുരിശിൽ അവസാനിച്ചപ്പോൾ ആ അമ്മയുടെ വഴി അധികം നീളുകയില്ല എന്ന് നമ്മുടെ ഉള്ളു പറയുകയാണ്. ഇനിയും ഈ ലോകത്തിൽ തുടരുന്നതിന് അർത്ഥമില്ല എന്ന് അവൾ മനസ്സിലാക്കി കാണണം. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത ആ മഹാദൗത്യം പൂർത്തിയായപ്പോൾ വിട പറയാനും ഒരുങ്ങിക്കാണണം ആ അമ്മ. പരിച്ഛേദനത്തിന് ശേഷം ദേവാലയത്തിൽ ഉണ്ണിയേശുവിനെ ദൈവത്തിന് സമർപ്പിക്കുവാൻ മറിയവും യോസേഫും ദേവാലയത്തിൽ വന്നപ്പോൾ ശിമിയോൻ ശിശുവിനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവെ, അവിടുത്തെ വാഗ്ദാനമനുസരിച്ച് ഇപ്പോൾ ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണമേ. എന്നാൽ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ലൂക്ക 2:29-31. മറിയവും അങ്ങനെയൊരു ഉദ്ദീരണം ആവർത്തിച്ച് കാണും തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയ സംതൃപ്തിയിൽ. സമാധാനത്തിൽ വിട്ടയക്കുക എന്ന വാക്കുകൾ മരണം ഒരു മോചനവും കടന്നുപോകലും ആണെന്നല്ലേ സൂചിപ്പിക്കുന്നത്. ഒപ്പം ദൗത്യം പൂർത്തിയാക്കിയതിനുള്ള സംതൃപ്തിയും മറിയം കൂട്ടിച്ചേർത്ത് കാണണം. കുരിശുമരണത്തിനും ശേഷം 3-ാം ദിനമുള്ള ഈശോയുടെ ഉയർത്തെഴുന്നേൽപ്പ് ആ അമ്മയെ എങ്ങനെയാണ് അടുത്തനുഭവിച്ചതെന്നതിന് സുവിശേഷങ്ങളിൽ സൂചനയില്ല. ശിഷ്യന്മാർക്കും മറിയം മഗ്ദലനായിക്കും ഉത്ഥിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ടത് സുവിശേഷകന്മാർ വിവരിക്കുന്നുണ്ടെങ്കിലും ആ അമ്മയ്ക്ക് ലഭിച്ചിരിക്കാവുന്ന ദർശനത്തെക്കുറിച്ച് ഒരു സൂചനയുമില്ല സുവിശേഷങ്ങളിൽ. അവളിൽ നടന്ന ദൈവപുത്രൻ്റെ ജനനം പോലെ അവിടുത്തെ മരണവും ഉയർപ്പും അവളുടെ ആന്തരികതയിലായിരിക്കും അവൾ അനുഭവിച്ചറിഞ്ഞത്. ഉയർപ്പിൻ്റെ അനുഭവം ഉള്ളിലാണ് ഉണ്ടാകേണ്ടത്. ബാഹ്യമായ ദർശനം അതിലേക്കാണ് നയിക്കേണ്ടത്. അത് തീർച്ചയായും മറിയം അനുഭവിച്ചിട്ടുണ്ട്. ഉത്ഥിതനായ പുത്രനും ആദ്യ നിമിഷം മുതൽ അവളോടൊപ്പം ഉണ്ടായിരുന്നിരിക്കണം. ആ അനുഭവമായിരിക്കാം വേദനകളെയും കണ്ണീരിനെയും ഒപ്പിയെടുത്തത്. ഉയർത്തെഴുന്നേറ്റ് ഈശോ വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം കാത്തിരുന്ന ശിഷ്യന്മാരോടൊപ്പം മറിയവും ഉണ്ടായിരുന്നു. തൻ്റെ പുത്രനെ ഗർഭം ധരിച്ചതു മുതൽ തന്നിൽ നിരന്തര സാന്നിധ്യമായിരുന്ന പരിശുദ്ധാത്മാവ് അവളെ ഒരിക്കലും തനിച്ചാക്കി അകന്നു പോയിട്ടുണ്ടാവുകയില്ല. അതിനാൽ ആ അരൂപിയുടെ ആഗമനത്തിനായി അവൾക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കേണ്ട ആവശ്യവും ഇല്ലായിരുന്നു. മറിയത്തിൻ്റെ തുടർന്നുള്ള ജീവിതം തന്നെയായിരുന്നു ഈശോയുടെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷ്യം. മനസ്സുകൊണ്ട് അവൾ മരണത്തെ കീഴടക്കിയിരുന്നു. പ്രകാശമാണ് അവളെ വഴി നടത്തിയത്. ആ വഴി ഇനി നീളുകയില്ല എന്ന് അവൾ ഉള്ളിൽ അറിഞ്ഞു. മരണമെന്ന കടമ്പ മറിയത്തിനും കടക്കണമായിരുന്നു. എന്നാൽ മരണത്തിലൂടെ തന്നെ മരണത്തെ കീഴടക്കിയ ഈശോ പുനരുത്ഥാനത്തിലൂടെ പുതുജീവനിലേക്ക് കടന്നു ചെന്നപ്പോൾ മരണം ആപേക്ഷികമാക്കപ്പെട്ടു, റിലേറ്റീവൈസ്ഡ്. അതൊരു കടന്നുപോകൽ മാത്രമായി. അത് തന്നെ ആ അമ്മയും അനുഭവിച്ചു. മറിയത്തിൻ്റെ മരണത്തെക്കുറിച്ച് സുവിശേഷകന്മാർ, പ്രത്യേകിച്ച് യോഹന്നാൻ, ഒന്നും കുറിച്ചു വച്ചിട്ടില്ല. അമ്മയുടെ കടന്നുപോകലിനെ മകൻ അറിഞ്ഞത് അതിനെ ഒരു ഉറക്കമാക്കി. മറിയത്തിൻ്റെ ഉറക്കമെന്നാണ് പാരമ്പര്യ പഠനം അവളുടെ മരണത്തെ വിശേഷിപ്പിക്കുന്നത്. മരണം ഐഹികമായ എല്ലാറ്റിൻ്റെയും കടന്നുപോകലും ഇഹലോകത്തിലെ അന്ത്യവുമാണ്. അതിനുശേഷം ഒരു പുതിയ തുടക്കമുണ്ട്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും പ്രത്യക്ഷപ്പെടും. അങ്ങനെയാണ് മരണാനന്തര ജീവിതം ആരംഭിക്കുന്നത്. വെളിപാട് 21:1-4 വരെ ഉള്ള വാക്യങ്ങളിൽ എത്ര മനോഹരവും ഹൃദയസ്പർശിയുമായിട്ടാണ് യോഹന്നാൻ തനിക്ക് ലഭിച്ച ദർശനത്തെ വർണ്ണിച്ചിരിക്കുന്നത്. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടായിരിക്കുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. യോഹന്നാൻ തനിക്ക് ലഭിച്ച വെളിപാടിൽ മറിയത്തെയും ഈശോ വഴി പിറന്ന സഭയെയും ഒരേ ചിത്രത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരുവരുടെയും, അതായത് സഭയുടെയും മറിയത്തിൻ്റെയും ജീവിതയാത്രയും സഹനങ്ങളും പീഡാനുഭവങ്ങളും ആകാശത്തിൻ്റെ വലിപ്പത്തിലും വിശാലതയിലും സർവ്വലോകങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് ചിത്രീകരിക്കുന്നു. ഈ ഇരു മാതൃസാന്നിധ്യങ്ങളോടൊപ്പം രക്ഷകനായ ഈശോയും ആവിഷ്കരണമായ വെളിപാടിലെ മുഖ്യ കഥാപാത്രമാണ്. ഇവിടെ സമയത്തിൻ്റെ അർത്ഥവും വ്യാപ്തിയും പുനർനിർവചനം ചെയ്യപ്പെടുന്നു. നിത്യതയിലേക്ക് ലയിച്ചു ചേരുന്ന ഒരു സമയത്തെക്കുറിച്ചാണ് യോഹന്നാൻ വെളിപാടിൽ ഉടനീളം പറഞ്ഞു വയ്ക്കുന്നത്. സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും 12-14 മറിയത്തിന് ചിലവഴിക്കുവാനുള്ള ഇടത്തെക്കുറിച്ച് യോഹന്നാൻ പറയുമ്പോൾ ഈ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്. രഹസ്യാത്മക സ്വഭാവമുള്ള മിസ്റ്റീരിയസ് സമയം. ദൈവമാതാവും സഭയും
വിശാല വിഹായുസ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമൊക്കെ അവർക്ക് അലങ്കാര വസ്തുക്കളും ആടയാഭരണങ്ങളുമാകുന്നു. ആകാശവും സ്വർഗവും വേർതിരിക്കാനാവാത്ത ഒരു പാരത്രികത ആ ദർശനത്തിലുണ്ട്. യോഹന്നാൻ എഴുതുകയാണ്, സ്വർഗത്തിൽ വലിയ ഒരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കി ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അവൾ ഗർഭിണിയായിരുന്നു. പ്രസവവേദനയാൽ അവൾ നിലവിളിച്ചു. പ്രസവക്ലേശത്താൽ അവൾ ഞെരുങ്ങി. അവൾ ഒരു ആൺകുട്ടിയെ പ്രസവിച്ചു. സകല ജനപദങ്ങളെയും ഇരുമ്പ് ദണ്ടുകൊണ്ട് ഭരിക്കാനുള്ളവനാണ് അവൻ. 12 വാക്യങ്ങൾ 1, 2, 5. സർപ്പരൂപം കൊണ്ട പീഡകനായ പിശാചിൻ്റെ പിന്തുടരലും പീഡിപ്പിക്കലുമൊക്കെ വിവരിക്കുന്നിടത്ത് സമയത്തിൻ്റെ പശ്ചാത്തലവും ദർശന വിഷയമാകുന്നു. ആ സ്ത്രീ സുരക്ഷിത സ്ഥാനത്തേക്കും സ്ഥലത്തേക്കും എടുക്കപ്പെടുന്നതിനെക്കുറിച്ച് പ്രവാചകനായി തീർന്ന യോഹന്നാൻ വിവരിക്കുന്നുണ്ട്. സ്ത്രീക്ക് പീഡന മേഖലയിൽ നിന്ന് രക്ഷയുടെ സങ്കേതത്തിലേക്ക് പറന്നു പോകുവാൻ 2 ചിറകുകൾ ലഭിക്കുന്നതിനെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകുവാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. മറിയത്തിൻ്റെ സ്വർഗത്തിലേക്കുള്ള എടുക്കപ്പെടലിൻ്റെ പ്രതീകമായി ഈ ചിത്രീകരണത്തിനെ മനസ്സിലാക്കാം. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട തൻ്റെ പുത്രൻ്റെ സമീപത്ത് ആയിരിക്കുന്ന അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് യോഹന്നാൻ എഴുതുകയാണ്, ഞാൻ വെണ്മയേറിയ ഒരു സിംഹാസനവും അതിലിരിക്കുന്നവനെയും കണ്ടു. അവൻ്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിയകന്നു. മരിച്ചവരെല്ലാവരും, വലിയവരും ചെറിയവരും, സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. 20, 11, 12 വാക്യങ്ങൾ. തുടർന്ന് യോഹന്നാൻ തൻ്റെ ദർശനത്തെ പൂർത്തീകരിക്കുകയാണ്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. 21, 1. പുതിയ ഇടത്തെക്കുറിച്ച് തുടർന്ന് പ്രവാചകൻ പറയുകയാണ്, ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അവിടുന്ന് അവരുടെ ഒപ്പം വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടി ആയിരിക്കുകയും ചെയ്യും. 21, 3. മറിയത്തെക്കുറിച്ച്, രക്ഷകനായ ഈശോയുടെ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ അതിൻ്റെ പൂർത്തീകരണത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നത് എത്ര വിശാലമായ ദർശനത്തിലേക്കാണ്. നമ്മുടെ അമ്മമാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭൗതികതയുടെ ഒരുപാട് പരിമിതികളിൽ ഒതുക്കിയാണ് നമ്മൾ അവരുടെ ജീവിതം വരച്ചു കാണിക്കുന്നത്. എന്നാൽ അവർ സഹന ജീവിതത്തെ അതിജീവിച്ച് മരണകവാടം കടന്ന് നിത്യതയിൽ എത്തിച്ചേരുമ്പോൾ ഈ പരിമിതികളെല്ലാം അപ്രത്യക്ഷമാകും. ഇനിമേൽ അവരെ നോക്കുമ്പോൾ ആകാശത്ത് വിരാജിക്കുന്ന സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം ചെറുതാകും. അവ നമ്മുടെ അമ്മമാരുടെ പാദപീഠവും ആടയാഭരണങ്ങളുമായി തീരും. ഇങ്ങനെയൊരു ദർശനത്തിന് നമ്മുടെ ഉൾക്കാഴ്ചയും ഭാവനയും വിശാലമാകണം. നമ്മുടെ ഭാവനയും വീക്ഷണവുമാണ് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് സ്വർഗീയമായ മനോഹാരിതയും വലിപ്പവും മഹത്വവും കൊടുക്കുന്നത്. നമ്മുടെ അമ്മമാരെ ഇങ്ങനെയൊരു കാഴ്ചപ്പാടോടുകൂടി കാണുവാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ധ്യാനം നമ്മെ സഹായിക്കട്ടെ. സ്വർഗസ്ഥയായ പരിശുദ്ധ മാതാവ് എപ്പോഴും തൻ്റെ പുത്രനോടുകൂടെ നമ്മുടെ മനോമുകുരത്തിൽ നിറഞ്ഞു നിൽക്കണം. ആകാശത്തോളം വിശാലതയും സ്വർഗത്തോളം പൂർണ്ണതയും ഉണ്ടായിരിക്കണം ആ ദർശനത്തിന്. മാംസമായ വചനം നമ്മിൽ ഒരുവളും ചരിത്രത്തിൻ്റെ ഭാഗവുമായ ഒരു സ്ത്രീയെ തൻ്റെ അമ്മയായി തിരഞ്ഞെടുത്തെങ്കിൽ അമ്മയുടെ ചിത്രത്തിന് സ്വർഗീയമായ ഒരു വിശാലതയും സൗന്ദര്യവും ഉണ്ടായിരിക്കണം. മറിയം അങ്ങനെ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ മകുടമായിരിക്കുകയാണ്. അവളിലൂടെ നമ്മുടെ ജീവിതവും സ്വർഗീയമായ ഒരു തലത്തിലേക്ക് ഉയർത്തപ്പെടും. ഈ അമ്മയെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമ്മുടെ നാവുകൾ തൃപ്തി അടയുകയില്ല. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി മറിയത്തിന് ഒരുപാട് പേരുകൾ തൻ്റെ മക്കൾ നൽകിയത്. അടുത്ത ദിവസത്തെ ധ്യാനചിന്തകളിൽ നമ്മൾ മറിയത്തിൻ്റെ അപദാനങ്ങളടങ്ങിയ ലുത്തീനിയ ധ്യാന വിഷയമാക്കും. ഏവർക്കും സ്വർഗസ്ഥയായ മാതാവിൽ നിന്നും അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു. ഫാദർ ജെയിംസ് പുറത്തേയിൽ CST.